ഓം ജയ് സായിറാം. നമശിവായ. 26-ാമത്തെ അധ്യായമാണ് ദുരിത നിവാരണം. കണ്ണാടിയിൽ കാണുന്നത് വസ്തുവിൻ്റെ പ്രതിഫലനം മാത്രം, അത് യഥാർത്ഥമല്ല. ഇക്കാണുന്ന ലോകവും സമസ്ത വസ്തുക്കളും അതുപോലെയാണ്, പ്രതിഫലനം മാത്രം. ഇതൊന്നും നമ്മൾ കാണുന്നത് പോലെയുള്ളതല്ല. അതുകൊണ്ട് ഋഷിമാർ അതിനെ മായ എന്ന് വിളിച്ചു. യഥാർത്ഥമായിട്ടുള്ളത് ഈശ്വരനാകുന്നു. നമുക്കറിയാലോ, ഈ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളത്, ഒക്കെ മായയാണ്. നാം സ്വപ്നം കാണുന്നു, ഉറക്കത്തിൽ അതെല്ലാം തികച്ചും സത്യം തന്നെ. പക്ഷേ ഉണർന്നു കഴിഞ്ഞാൽ അതെല്ലാം മിഥ്യയായി എന്ന അനുഭവപ്പെടുകയും ചെയ്യും. അതുപോലെ സായീശ്വര കൃപയാൽ ജ്ഞാനോദയം ഉണ്ടാകുന്നതോടെ ഈ ലോകത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന സുഖത്തിനും ദുഃഖത്തിനും സ്വപ്നത്തിൻ്റെ അത്ര യാഥാർത്ഥ്യമേ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യമാവും. ഇരുട്ടിൽ കയറ് കണ്ടാൽ പാമ്പെന്ന് തോന്നും, നാം ഭയക്കും. പക്ഷേ വെളിച്ചം വരുന്നതോടെ കയറ് വ്യക്തമാകും. കയറിൽ ഇല്ലാതിരുന്നതും നമ്മുടെ മനസ്സ് സങ്കല്പിച്ചെടുത്ത് നമ്മെ ഭയപ്പെടുത്തിയതുമായ പാമ്പ് മാഞ്ഞു പോകും. അതോടെ ഭയം അകലുകയും ചെയ്യും. അതുപോലെയാണ് ലോകവും. ഈ ലോകത്തിൻ്റെ മായയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ സായി കൃപ കൂടിയേ തീരും. നമുക്ക് ഉള്ളുരുകി പ്രാർത്ഥിക്കാം ഭഗവാനെ. നമുക്ക് ഈ കാണുന്ന ഒന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളത് നമുക്ക് അറിയാം. എന്നിരുന്നാലും നമ്മൾ അതിന് ഈ മായയാകുന്ന ആ ശക്തിയിൽ നമ്മൾ പെട്ടുപോയി, നമ്മൾ അതിൽ മയങ്ങി പോവുകയാണ്. അതിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ നമുക്ക് ഈശ്വര പ്രാർത്ഥന കൂടിയേ തീരും. ബാബ നിത്യവും അനിത്യവും നമ്മൾ വിവേചിച്ചറിയാൻ ബാബയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ബാബ നിത്യവും അനിത്യവും നമ്മൾ വിവേചിച്ചറിയാൻ കരുത്തേകണേന്ന്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള കരുത്തേകണേ ബാബ. വിഷയാനന്ദങ്ങൾ പരിത്യജിക്കാനുള്ള ശക്തി മനസ്സിനുണ്ടാകണേ. നമുക്ക് ആഗ്രഹങ്ങൾ അതില്ലാതെയാക്കാനായിട്ട് മനസ്സിന് ശക്തി ഉണ്ടാവണേ ഭഗവാനെ. അന്തരാത്മാവിലേക്ക് തിരിയാനുള്ള അഭിലാഷം മനസ്സിൽ ഉദിക്കണേ. നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണേ ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. സായീശ്വര, ഞാൻ അവിവേകിയും മണ്ടനുമാണ്. ഹീനമായ ചിന്തകൾ മനസ്സിനെ ഇളക്കി മറിക്കുന്നു. അവിടുത്തെ കൃപയാൽ എൻ്റെ മനസ്സ് ശുദ്ധവും വ്യക്തവുമാകണേ. അതിൽ ആത്മജ്ഞാനം ദൃഢമാകണേ. ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയണേ. പ്രഭോ, എന്നിൽ ജ്ഞാനം ഉദിക്കാൻ അനുഗ്രഹിക്കണേ. സർവശക്തനുമായി ഒന്നുചേരാൻ എന്നിൽ ശക്തി ചൊരിയണമേ. സായീശ്വര, എന്നെ പൂർണ്ണമായി ഞാൻ അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. സ്വീകരിക്കണേ. ഇനി മുതൽ എനിക്ക് സ്വന്തമായി ഒരു അസ്തിത്വമില്ല. ഞാനെന്ന ഭാവം ഇല്ലാണ്ടിയാവുക, അഹങ്കാരം ഇല്ലാണ്ടിയാവുക, ഇതൊക്കെയാണ് പറയുന്ന കാര്യങ്ങൾ. അതിനൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രഭോ, എന്നിൽ അനുദിനം പ്രേമം വളരണേ. ചഞ്ചലമായ മനസ്സ് ആ തൃപ്പാദത്തിൽ ഉറയ്ക്കണേ. ഭഗവാനിൽ സറണ്ടർ ആവണേ എൻ്റെ മനസ്സ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃപാനിധേ, കടുകിയുടെ സമയം പോലും നഷ്ടമാകാതെ സദാ തിരുനാമം ജപിക്കാൻ അനുഗ്രഹം ചൊരിയണമേ. തിരുനാമ ജപമാണല്ലോ അവിടുത്തോട് സംസാരിക്കാനുള്ള എളുപ്പമാർഗം. നാമം ജപിച്ചുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയുകയാണ്. നമുക്ക് ദയാസാഗരമായ സായിയെ ഇനി പൂജിക്കാം. ആ തിരുനെറ്റിയിൽ വിശ്വാസമാകുന്ന കുറി തൊടുവിക്കാം. ആ കുറിയിനെ നമ്മൾ വിശ്വാസം എന്ന് ഇതിൽ പറയുകയാണ്. ദൃഢഭക്തിയാകുന്ന കച്ച അരയ്ക്ക് ചുറ്റാം. പ്രേമമാകുന്ന രത്നഖചിതമായ ആഭരണം അണിയിക്കാം. നമ്മുടെ പഞ്ചപ്രാണങ്ങളെ ചാമരമാക്കി വീശാം. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനായി അനവരതം അവിടുത്തെ തിരുനാമം ജപിക്കാം. സദാ ജപിക്കാം എന്ന് പറയാണ്. ആ രൂപം സ്മരിക്കാം. അത് ആത്മീയ പുരോഗതിക്ക് നമ്മളെ നയിക്കും. ആനന്ദം ഉറപ്പാകും. വേറൊന്നുമല്ല, അതിൽ നമ്മൾ ഭക്തി മനസ്സുകൊണ്ട് ഭഗവാനോട് പ്രേമവും ഭക്തിയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആത്മസാക്ഷാത്കാരം കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് കൂടുതൽ പറയണം. കരുണാനിധിയായ സായീശ്വരൻ ഭക്തന്മാരിൽ വിശ്വാസവും ഭക്തിയും എങ്ങനെ ഉറപ്പിക്കുന്നു എന്ന് കേൾക്കും. ഭക്തനായ പാന്തിൻ്റെ കഥ തന്നെ ഇതിന് ഉദാഹരണം.
ഷിർദിയിൽ വരുന്നതിന് മുമ്പേ പാന്ത് ഒരു സദ്ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. ഹേമന്ത് പാന്തിൻ്റെ കാര്യമാണ് പറയണത്. ഷിർദിയിൽ പോകണമെന്ന് പാന്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരിക്കൽ അതിനുള്ള വഴിയൊരുങ്ങി. അദ്ദേഹം സദ്ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി ബന്ധുജനങ്ങളുടെയും സ്നേഹിതരുടെയും സ്നേഹപൂർവമായ നിർബന്ധം മൂലം ഷിർദിയിലെത്തി. അവിടെ പോയിട്ട് ക്ഷേത്രത്തിൽ ഭഗവാനെ പോയി കാണാൻ പോയി. രാവിലെ പൂജാസമയം ഭക്തന്മാർ സമ്മേളിച്ചിരിക്കുന്നു. ബാബാ ദർശനത്താൽ അവരിൽ ആനന്ദം നിറഞ്ഞു. ഭഗവാന്റെ അടുത്തിരിക്കുമ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ച് പറയാനില്ലല്ലോ. ഭക്തന്മാരൊക്കെ അവിടെ ഇരിക്കുകയാണ്. പാന്ത് ചെല്ലുന്ന സമയം കാലത്തെ പൂജ, ഭക്തന്മാരൊക്കെ ഭഗവാന്റെ കൂടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് പാന്തിന് ചുഴലിദീനം ബാധിച്ചു, ഫിക്സ് ബാധിച്ചു. ഉടൻ തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി. ഭക്തന്മാർ പാന്തിൻ്റെ മുഖത്ത് ജലം തെളിച്ചു. അവരെ കൂടുതൽ വിഷമിപ്പിക്കാതെ സായി കൃപയാൽ പാന്തിന് ബോധം വീണു. അപ്പോഴാണ് തനിക്ക് സംഭവിച്ചതെന്തെന്ന് അദ്ദേഹം അറിഞ്ഞത്. പാന്ത് പിഴഞ്ഞെഴുന്നേറ്റു. അന്തര്യാമിയായ സായീശ്വരൻ അനുഗ്രഹിച്ചുകൊണ്ട് ആ ഭക്തനോട് അരുളി, എന്തു സാഹചര്യമായാലും നീ സ്വന്തം ഗുരുവിനെ വിട്ടുപോകരുത്. ആ ഭക്തിയിൽ ഉറച്ചു നിൽക്കൂ. സമസ്ത ഗുരുക്കന്മാരിലും ഉള്ള ഏകമായ തത്വത്തെ അറിയുക. നിനക്ക് നന്മ വരും. പാന്തിനോട് പറയാണ്. പാന്ത് പെട്ടെന്ന് അവിടെ ചെന്ന് ഭഗവാനെ കണ്ടപ്പോൾ ഫിക്സ് എടുത്ത് പെട്ടെന്ന് വീണു. ആൾക്കാരൊക്കെ വേഗം വെള്ളമൊക്കെ തെളിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചാടി എണീറ്റിട്ട് നോക്കുമ്പോൾ ഭഗവാൻ പറയാണ്, നീ നിൻ്റെ ഗുരുവിനെ വിട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഭഗവാൻ അന്തര്യാമ ആയതുകൊണ്ട് പാന്ത് ഇവിടുന്നാ വരണേ, എങ്ങനെയാണ് വന്നതെന്നുള്ള ഒക്കെ ഭഗവാൻ അറിയാം. അതിന് പാന്ത് പറയണേക്കാട്ട് മുമ്പ് അങ്ങോട്ട് പറയാണ്, നീ ഗുരുവിനെ വിട്ട് വരാൻ പാടില്ലായിരുന്നു, വിട്ടു പോകരുത്, ഗുരുവിനെ വിട്ടു പോകരുതെന്ന് പറയണം. കാരണം പാന്ത് വേറൊരു സദ്ഗുരുവിൻ്റെ ശിഷ്യനാണ്. അങ്ങനെ കരുണാവനായ ബാബ പാന്തിൻ്റെ ഗുരുഭക്തി പൂർവാധികം ഉറപ്പിച്ചു. ആ കരുണ പാന്ത് ജീവിതാവസാനം വരെ അനുഭവിച്ചു. ഇനി ഹരിശ്ചന്ദ്ര പിത്താലയുടെ കഥ. അദ്ദേഹം വളരെ മാന്യനായ ഒരാൾ. പക്ഷേ വലിയൊരു ദുഃഖം അദ്ദേഹത്തെ ദഹിപ്പിച്ചുകൊണ്ടിരുന്നു. മകൻ കടുത്ത അപസ്മാര രോഗി. ചെയ്യാവുന്ന ചികിത്സകളൊക്കെ ചെയ്തു, ഫലമില്ല. ഇനി ഈശ്വരകൃപയെ മരുന്നായുള്ളൂ എന്ന അവസ്ഥയായി. ഇക്കാലത്ത് ദാസ്ഗനു സായി ഗുണമഹിമകൾ ബോംബെ മുഴുവനും പാടി നടക്കുന്ന സമയമാണ്. ആ പാവം പിതാവിൻ്റെ ചെവിയിലും ഈ കഥകൾ പതിഞ്ഞു. ബാബയുടെ ദർശനത്താൽ സ്പർശനത്താൽ മാറാരോഗങ്ങൾ വരെ ഒഴിയുന്നതായി കേട്ടപ്പോൾ പിതാലയ്ക്ക് ആവേശമായി. തൻ്റെ ദുരിതങ്ങൾക്ക് അറുതി വരാൻ പോവുകയാണെന്ന് അദ്ദേഹം നനച്ചു. കാരണം ദാസ്ഗനു ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പാടി നടക്കുക, ഓരോ സ്ഥലത്തും ഇങ്ങനെ സപ്താഹം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഈ പിതാലയ്ക്ക് ഈ ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടായത്. പിന്നെ താമസിച്ചില്ല, പിതാല കുടുംബസമേതം ഷിർദിയിലേക്ക് യാത്രയായി. ബാബയ്ക്ക് സമർപ്പിക്കാനുള്ള ഫലമൂലാദികളും കാണിക്കയും പ്രത്യേകം എടുത്തു. മുജ്ജന്മ സൂറത്താൽ പിതാലെ ഷിർദിയിലെത്തി ആ മഹായോഗീശ്വരനെ ദർശിച്ചു. ഏതാണ്ട് 1910 ഈ സംഭവം നടക്കുന്നത്. ഭഗവാനെ നമസ്കരിച്ചു. അതിനുശേഷം ബലഹീനനായ പുത്രനെ ഭഗവാന്റെ തൃപ്പാദത്തിൽ കിടത്തി. യോഗേശ്വരനായ ബാബയുടെ ദൃഷ്ടി കുട്ടിയുടെ ദൃഷ്ടിയുമായി ഇടഞ്ഞ നിമിഷം അത് സംഭവിച്ചു. ബാലൻ ഞെട്ടി. അവൻ്റെ കൃഷ്ണമണികൾ തള്ളി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു. അതോടെ കുട്ടിയുടെ ബോധം മറഞ്ഞു. വായിൽ നിന്നും നുരയും പതയും വരാൻ തുടങ്ങി. ആൾക്ക് ഓൾറെഡി ഫിക്സ് ഉള്ളതാണല്ലോ. ദേഹം വിയർത്തൊഴുകി. ശരിക്കും മരണ ലക്ഷണങ്ങൾ. മാതാപിതാക്കൾ ഭയന്നുപോയി. രോഗബാധ ഉണ്ടാകുമ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ചെറിയ രീതിയിൽ കാണാറുണ്ട്. പക്ഷേ ഇത്ര ഭയങ്കരമായി ആദ്യമായിട്ടാണ്. ഏറെ നേരമായിട്ടും രോഗം ശമിക്കുന്നില്ല. ബാലൻ്റെ അമ്മ വാവിട്ട് കരയാൻ തുടങ്ങി. അതെന്തായാലും മകൻ കിടന്ന് പടയുമ്പോൾ അമ്മയ്ക്ക് എന്തായാലും വിഷമമുണ്ടാവുമല്ലോ. അമ്മ അങ്ങനെ പറഞ്ഞു തുടങ്ങി, ഈശ്വര, എൻ്റെ കുഞ്ഞിനെ എന്തിനിവിടെ കൊണ്ടുവന്നു? ഞങ്ങൾക്ക് അബദ്ധം പറ്റിയല്ലോ. അവർ എണ്ണിപ്പറക്കി കരയാൻ തുടങ്ങി. സാധാരണ അമ്മമാരങ്ങനെയാണ്. എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പഴയ കാര്യങ്ങളും ഓരോരോ ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞു തുടങ്ങി. ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്നത് അബദ്ധമായി പോയോ എന്നൊക്കെ ചോദിച്ചിട്ട്. കള്ളനെ പേടിച്ചിട്ട് ഓടി വീട്ടിൽ കയറിയപ്പോൾ വീട് തകർന്ന് തലയിൽ വീണ പോലെ ഓരോ ഉദാഹരണങ്ങൾ പറയാണ്. ഇങ്ങനെ എണ്ണിപ്പറക്കുമ്പോൾ എന്ന് പറയാണ്. പിന്നെ കടുവിൽ നിന്നും രക്ഷപ്പെടാൻ കുതിരയോടിയ പശു അറവുകാരൻ്റെ കയ്യിൽ പെട്ടതുപോലെ ആയല്ലോ. തണൽ തേടി മരച്ചുവട്ടിൽ വന്നപ്പോൾ മരം വേരറ്റ് ദേഹത്ത് പതിച്ചതുപോലെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ പറയാണ്.
ശരണാഗതി തേടി ക്ഷേത്രത്തിൽ കയറിയപ്പോൾ ക്ഷേത്രം പൊളിഞ്ഞു വീണ് അതിനടിയിൽ പെട്ടുപോയല്ലോ എന്നൊക്കെ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറയാണ്. പക്ഷെ ഭഗവാനോ അക്ഷോഭ്യനായി സായീശ്വരൻ അതെല്ലാം കേട്ടിരുന്നു. അമ്മ ഇങ്ങനെ നിലവിളിച്ച് പറയണതൊക്കെ കേട്ടിരുന്നു. ഇടയ്ക്ക് അവരൊന്ന് അടങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മേ വിഷമിക്കണ്ട, ബഹളം കൂട്ടണ്ട, ക്ഷമയോടെ ഇരിക്കൂ, അവന് ബോധം തെളിയും. അവനെ സുരക്ഷിതമായി നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അനാവശ്യമായി ബഹളം വയ്ക്കേണ്ടതില്ല. ഭഗവാൻ ഇതൊക്കെ കേട്ടിട്ടും ഭഗവാനൊന്നുമില്ല. ഭഗവാൻ പറഞ്ഞു സമാധാനമായിട്ടിരിക്കും, അവനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, അപ്പോൾ ശരിയാവും, നിങ്ങൾ താമസ സ്ഥലത്തേക്ക് കുട്ടീനെ കൊണ്ടുപോകും എന്ന് പറയണം. ബാബയുടെ വാക്ക് കേട്ട് മറ്റൊന്നിനും കഴിയാതെ അവർ കുട്ടിയുമായി മടങ്ങി. ബാബ പറഞ്ഞതുപോലെയൊക്കെ അവർ ചെയ്തു. താമസിയാതെ ബാലൻ കണ്ണു തുറന്നു. അവൻ്റെ രോഗങ്ങളെല്ലാം അകന്നിരിക്കുന്നു. ബാബയുടെ വാക്കുകൾ സത്യമായി ഭവിച്ചു. ഭഗവാൻ വെറുതെ ഒന്നും പറയില്ലല്ലോ. വിതാലയുടെ കുടുംബം നന്ദി പ്രകടനത്തിനായി എന്തു ചെയ്യണമെന്നും അറിയാതെ നിശ്ചയമില്ലാതെ അവസ്ഥയിലായി. അവരുടെ സംശയങ്ങൾ അകന്നു. ശരീരം പുളകം കൊണ്ടു. അവർ ആനന്ദ കണ്ണീരൊഴുക്കി. നന്ദി തുളുമ്പുന്ന ഹൃദയവുമായി പിതാലെ ബാബയ്ക്കരികിൽ ചെന്നു. അവിടുത്തെ നമസ്കരിച്ചു. തൃപ്പാദം തലോടി. ബാബ വാത്സല്യപൂർവ്വം തിരക്കി, എന്താ നിങ്ങളുടെ സംശയം മാറിയോ? പരിഭ്രമമൊക്കെ തീർന്നോ? ധൈര്യവും ക്ഷമയും ഉള്ളവനെ ശ്രീഹരി കൈവിടില്ല, രക്ഷിക്കുക തന്നെ ചെയ്യും. അതായത് ധൈര്യവും ക്ഷമയൊക്കെ ഉള്ളവനെ ശ്രീഹരി കൈവിടില്ല, രക്ഷിക്കുക തന്നെ ചെയ്യുന്ന ഭഗവാൻ അങ്ങോട്ട് പറയാണ്. ഇവരെ രക്ഷിച്ചതാവട്ടെയോ കംപ്ലീറ്റ് ഭഗവാൻ. പിതാലയുടെ കുടുംബത്തിന് ആ നിമിഷം മുതൽ ഉണ്ടായ പരിവർത്തനം വിസ്മരണീയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ നിഷ്കളങ്ക മനസ്ക. അവർ ഒരു തൂണിൻ്റെ മറപറ്റി ബാബയുടെ ആനന്ദരൂപം കൺകുളിർക്കെ കണ്ട് ആനന്ദ കണ്ണീരൊഴുക്കി. ഇങ്ങനെ സ്പർശനാദികൾ കൊണ്ട് അവർ ആനന്ദിച്ചു. 2-3 ദിവസം കഴിഞ്ഞു. പിതാലെ കുടുംബം തിരിച്ചു പോകാനുള്ള അനുവാദത്തിനായി ബാബയ്ക്കരികിലെത്തി. ഭഗവാൻ ബോധ്യം നൽകി അവരെ അനുഗ്രഹിച്ച ശേഷം ഇതാ എന്ന് പറഞ്ഞിട്ട് കീസയിൽ നിന്നും 3 രൂപ എടുത്ത് അവിടുന്ന് അരുളി, ഇത് സൂക്ഷിക്കൂ. ഇതിനു മുമ്പ് ഞാൻ നിനക്ക് 2 രൂപ നൽകിയിട്ടുണ്ട്. ഇതും കൂടി അക്കൂട്ടത്തിൽ സൂക്ഷിക്കാം. ഇത് പൂജിക്കുക, നിനക്ക് ശ്രേയസ് ഉണ്ടാകും. ഭഗവാൻ പോയിട്ട് നിന്നിട്ട് 3 രൂപ എടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സൂക്ഷിച്ചു വെച്ചോ. ഇതിന് മുമ്പ് ഞാൻ 2 രൂപ നിനക്ക് തന്നിട്ടുണ്ട്, പക്ഷേ അത് എൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇരിക്കട്ടെ, ഇത് പൂജിക്ക്, നിനക്ക് എല്ലാ ശ്രേയസ്സും ഉണ്ടാവുമെന്ന് പറയാം. അത്യാനന്ദത്തോടെ പിതാലെ അത് വാങ്ങി. പക്ഷേ മടക്കയാത്രയിൽ അദ്ദേഹം ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. കാരണം താൻ ആദ്യമായിട്ടാണ് ഷിർദിയിലെത്തുന്നതും ബാബയെ കാണുന്നതും. ഇതിനു മുമ്പ് 2 രൂപ തന്നു എന്ന് ബാബ പറഞ്ഞത് എന്താണ്? പിതാലെ ആദ്യമായിട്ടാണ് ഷിർഡിയിൽ പോണേ. അത് കഴിഞ്ഞിട്ട് മടങ്ങുന്ന നേരത്താണ് ഭഗവാൻ ഈ 3 രൂപ കൊടുത്തിട്ട് 2 രൂപ ആദ്യം തന്നിട്ടുണ്ട്, ഇതും കൂട്ടി 3 രൂപ, അപ്പോൾ 5 രൂപയായി, ഇത് സൂക്ഷിച്ച് വെക്കാൻ പറയാണ്. പക്ഷേ പിതാലയാണെങ്കിലോ ഭഗവാനെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ പിതാലയ്ക്ക് ആ കൺഫ്യൂഷനായി, ഇതെന്താ ഭഗവാൻ അങ്ങനെ പറഞ്ഞേ എന്ന് ആലോചിച്ചിട്ട് ഒരെത്തും വൃത്തവും കിട്ടുന്നില്ല. പക്ഷേ ബാബയുടെ വാക്കുകൾ ഒരിക്കലും അസത്യമാവുകയില്ല. അക്കാര്യം പിതാലയ്ക്ക് ഉറപ്പാണ്. അങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യവുമായി അദ്ദേഹം ബോംബെയിലെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ വയസ്സായിട്ടൊരു അമ്മയാണ്. അദ്ദേഹത്തിൻ്റെ പിതാലയുടെ അമ്മ. ഷിർദിയിലെ വിശേഷങ്ങൾ അമ്മയോട് വിവരിക്കുകയെ ബാബ പറഞ്ഞ 2 രൂപയുടെ കാര്യവും പിതാലെ അമ്മയോട് സൂചിപ്പിച്ചു. ആ വാക്കുകൾ അമ്മയിൽ ചലനമുണ്ടാക്കി. അവരുടെ സ്മരണകൾ ഉണർന്നു. ആ വൃദ്ധ പറഞ്ഞു, മക്കളെ, അവിടുന്ന് അരുളിയത് സത്യം തന്നെ. ഇന്ന് നീ നിന്റെ മകനുമായി ഷിർദിയിൽ പോയതുപോലെ വളരെ പണ്ട് നിന്റെ അച്ഛൻ നിന്നെയും കൊണ്ട് അക്കൽകോട്ട് മഹാരാജാവിനെ ദർശിക്കാൻ പോയിരുന്നു. അദ്ദേഹം ഒരു മഹാസിദ്ധനായിരുന്നു. അദ്ദേഹം നിന്റെ അച്ഛന് 2 രൂപ കൊടുത്തിട്ട് ഇതേ വാക്കുകൾ അരുളി, ഇത് കൊണ്ടുപോയി പൂജിക്കൂ, നിനക്ക് സദ്ഗതി ഉണ്ടാവുമെന്ന് അക്കൽകോട്ട് മഹാരാജ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, അച്ഛൻ ഗുരുകൽപ്പന ശിരസാവഹിച്ചു. മഹാഭക്തനും ശുദ്ധാത്മാവുമായിരുന്നു നിന്റെ അച്ഛൻ. മരണം വരെ അദ്ദേഹം ആ 2 ഉറുപ്പിക പൂജാമുറിയിൽ വെച്ച് പൂജ നടത്തി. പിന്നെ കഥയൊക്കെ നിനക്കും അറിയാം. പിന്നെയുള്ള കഥയൊക്കെ നിനക്കും അറിയാം. കാലം ചെല്ലുന്തോറും നമ്മുടെ ദേവതമാർ അവഹേളനാപാത്രങ്ങളായി.
പൂജാവസ്തുക്കൾ കുട്ടികൾക്ക് കളിപ്പാട്ടമായി തീർന്നു. പൂജയും മറ്റും ചെയ്യുക എന്നത് നാണക്കേടായി. അങ്ങനെ എപ്പോഴോ ആ 2 രൂപയും കാണാതായി എന്ന് പറയാണ് അമ്മ. അതൊക്കെ ഈ മകനും അറിയാം, പിതാലേക്കും അറിയാം. പക്ഷേ നീ ഭാഗ്യവാനാണ് മക്കളെ. കരുണാസാഗരമായ അക്കൽക്കോട്ട് മഹാരാജ് സായിബാബയുടെ സ്വരൂപത്തിൽ നിന്നെ സ്വീകരിച്ചുവല്ലോ. നിന്റെ ദുരിതങ്ങൾ ഒടുക്കാൻ വഴിതെളിയിച്ചല്ലോ. ഇനി ഒരു നിമിഷം പാഴാക്കരുത്. അവിടുത്തെ കൽപ്പന അനുസരിക്കൂ. ആ തൃപ്പാദങ്ങളിൽ ശരണാഗതി തേടൂ. നിനക്ക് അവിടുന്ന് 2ാം ജന്മം നൽകിയിരിക്കുകയാണെന്ന് തിരിച്ചറിയൂ. അവിടുന്ന് നിന്റെ മനസ്സിൽ ഭക്തിയുടെ വിത്ത് പാകിയിരിക്കുന്നു. പിതാലേക്ക് കിട്ടിയ 3 രൂപ എങ്ങനെയാണ് വന്നതെന്നുള്ളത് 2 രൂപ കൊടുത്തു എന്ന് പറയില്ല. പക്ഷേ ആ പൈസ കൊടുത്തത് പിതാലയുടെ അച്ഛനാണ് കൊടുത്തിട്ടുള്ളത്. ആരാ കൊടുത്തത്? അക്കൽക്കോട്ട് മഹാരാജ്. അപ്പോൾ ആ കഥയൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയുടെ വാക്കുകൾ പിതാലയെ ആനന്ദത്തിലാഴ്ത്തി. ബാബയുടെ കൃപയോർത്ത് മിഴികൾ നിറഞ്ഞു. അവിടുത്തെ സർവന്താര്യാമ്യത്വം, അതായത് എല്ലാം അറിയുന്ന ഭഗവാന്റെ ആ ശക്തി മഹത്വം സ്മരിച്ച് തൊണ്ട ഇടറി. പിതാലയുടെ ജീവിത നദി അന്നു മുതൽ പുതിയ പാതയിലൂടെ ഒഴുകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വേറൊരു കഥയാണ് ഇനി അടുത്ത് പറയണത്. ഗോപാൽ നാരായണൻ അംബേദ്കർ പൂനെയിലുള്ള ഒരു ബാബാ ഭക്തൻ. ബ്രിട്ടീഷ് സർക്കാരിലായിരുന്നു ജോലി. പല സ്ഥലത്തും ജോലി ചെയ്തു, പെൻഷനായി. ജീവിതം ഉന്തിക്കൊണ്ടു പോകാനായി മറ്റൊരു ജോലിക്ക് ശ്രമിച്ചു. പക്ഷേ ഒന്നും തന്നെ തരപ്പെട്ടില്ല. സാമ്പത്തിക ക്ലേശം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ദർശനത്തിന് എത്തുമ്പോഴൊക്കെ ആ ഭക്തൻ തൻ്റെ ക്ലേശങ്ങൾ ബാബയെ അറിയിക്കും. ബാബയുടെ വലിയ ഭക്തരാണ്. വർഷം ഇങ്ങനെ 7 കഴിഞ്ഞു. ജീവിതഭാരം അസഹ്യമായി. ഏകദേശം 2 മാസത്തോളമായി ഷിർദിയിൽ താമസിക്കുന്നു. ഇനി ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയ നിമിഷം ഗോപാൽ നാരായണൻ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ വെച്ച് തന്നെ ആവട്ടെ തൻ്റെ അന്ത്യവും. ദീക്ഷിത് വാടയ്ക്കു മുന്നിൽ ഒരു കിണറുണ്ട്. അതിൽ ജീവനൊടുക്കുക. ആത്മഹത്യ മഹാപാപമാണെന്നൊക്കെ അറിയാം. പക്ഷേ എന്തു ചെയ്യാനാണ്? ഇതല്ലാതെ മറ്റൊരു വഴിയും ഈ ക്ലേശങ്ങൾക്ക് അറുതി വരുത്താൻ കാണുന്നില്ല. പാവം അദ്ദേഹം ഗോപാൽ നാരായണൻ അംബേദ്കർ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കൊണ്ട് അവസാനം ശ്രുതിയിലൊക്കെ ഭഗവാന്റെ വലിയ ഭക്തനാണ്. അങ്ങനെ അവസാനം മഹാവിഷമായി. അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ടല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക. അതിനപ്പുറത്ത് ഒരുപാട് വഴികളുണ്ട്. അതൊന്നും നമ്മൾ തേടില്ല. പക്ഷേ നമ്മൾ ജീവനൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ നാരായണനും ഗോപാൽ നാരായണനും ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതെവിടെ? ഷിർദിയിൽ തന്നെ ആവട്ടെ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചത്. രാത്രിയായി. ദീക്ഷിത് വാടയ്ക്ക് മുമ്പിലുള്ള കാളവണ്ടിയിൽ അദ്ദേഹം കയറിയിരുന്നു. ആ സമയത്ത് സമീപമുള്ള ഭോജനശാലയുടെ ഉടമ സഗുൺ അതുവഴി വന്നു. അദ്ദേഹം ഗോപാൽ നാരായണനോട് തിരക്കി, താങ്കൾ അക്കൽക്കോട്ട് മഹാരാജാവിൻ്റെ ജീവചരിതം വായിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് നാരായണൻ പറഞ്ഞു. എങ്കിലൊന്ന് വായിക്കൂ. സഗുൺ ആ ഗ്രന്ഥം ഗോപാലിന് നൽകി. സഗുണിൻ്റെ കയ്യിൽ അക്കൽക്കോട്ട് മഹാരാജാവിൻ്റെ ഗ്രന്ഥമാണ്, ചരിത്ര ഗ്രന്ഥം ഉണ്ടായിരുന്നു. അദ്ദേഹം അതെന്ത് കാട്ടി? നമ്മുടെ ഗോപാൽ നാരായണന് കൊടുത്തു. ഇദ്ദേഹമാണെങ്കിൽ മരിക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ ഇതൊന്ന് വായിക്കാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഈ സഗുണിനറിയില്ല അദ്ദേഹം മരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കണേ എന്നുള്ളത്. പക്ഷേ ഈ പുസ്തകം വായിക്കാനായിട്ട് കൊടുത്തു. എന്നാലൊന്ന് വായിക്കൂ, ഇതൊന്ന് വായിക്കാൻ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. സഗുൺ ആ ഗ്രന്ഥം ഗോപാലിന് നൽകി. അദ്ദേഹം ഗ്രന്ഥം എടുത്ത് അലക്ഷ്യമായി മറിച്ചു. മരിക്കാൻ നിശ്ചയിച്ചവന് എന്തോ ആയന. പക്ഷേ എന്തോ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ ഗ്രന്ഥത്തിലെ ഒരു വരിയിൽ ഉടക്കി. അദ്ദേഹത്തിന് വായിക്കാൻ സായീശ്വരൻ തിരഞ്ഞെടുത്ത ഭാഗത്തിൻ്റെ സാരം ഇതായിരുന്നു. അക്കൽക്കോട്ട് മഹാരാജാവിന് ഒരു ഭക്തനുണ്ട്. രോഗം മൂലം അയാൾ ഏറെ ക്ലേശിച്ചു. ദുരിതങ്ങളും ക്ലേശങ്ങളും ഒന്നിനൊന്ന് വർദ്ധിച്ചു. ഗുരുകൃപ പോലും തനിക്കില്ലെന്ന് തോന്നും വിധം സ്ഥിതിഗതികൾ വഷളായി. ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണെന്ന് കരുതി അയാൾ മരിക്കാനായി കിണറ്റിൽ ചാടി. പക്ഷേ തൻ്റെ ഭക്തനെ താങ്ങി കരയിലെത്തിക്കാൻ കൃപാമൂർത്തിയായ ശ്രീ ഗുരു വിടർത്തി പിടിച്ച തൃക്കൈകളുമായി താഴെ ഉണ്ടായിരുന്നു. ഇയാൾ കിണറ്റിലേക്ക് എടുത്ത് ചാടിയോട് കൂടിയിട്ട് പക്ഷെ ഗുരു അവിടെ അദ്ദേഹത്തെ താങ്ങി പിടിച്ചു എന്ന് പറയാണ്. സ്നേഹപൂർവ്വം ഗുരു ഉപദേശിച്ചു. അവിടെ നിന്ന് കെട്ടുന്ന പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഗുരു ഉപദേശിച്ചു, വിധി എന്തുമായിക്കോട്ടെ അത് നാം ക്ഷമയോടെ സ്വീകരിക്കണം, സഹിക്കണം. മുജ്ജന്മ കർമ്മഫലങ്ങളാണ്
രോഗരൂപത്തിലോ ക്ലേശരൂപത്തിലോ നമ്മളെ തേടി വരിക. അതിൽ നിങ്ങൾ ഒളിച്ചോടാനായി ആത്മഹത്യ ചെയ്താലും വരും ജന്മങ്ങളിൽ അവ നിന്നെ വേട്ടയാടും. നമ്മൾ എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നതും ക്ലേശങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ നമ്മുടെ മുജ്ജന്മ കർമ്മത്തിൻ്റെ ഫലമാണെന്ന് പറയാണ്. അപ്പോൾ നമ്മൾ മരിച്ചാലും വീണ്ടും അത് മുഴുവൻ അനുഭവിക്കാനായിട്ട് വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി വരും. എത്രയോ മഹത്വമാണ് നമ്മുടെ മനുഷ്യജന്മം. അതിനെ നമ്മൾ മാക്സിമം ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് അനുഭവിക്കാനായിട്ട് വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി വരും എന്ന് പറയാണ്. അതിലും എത്രയോ നല്ലതാണ് ഈശ്വര സ്മരണയോടെ ഇപ്പോഴേ അത് അനുഭവിച്ച് കടം തീർക്കുന്നത്. ഇനി ഏതാനും കാലം കൂടിയല്ലേ ഉള്ളൂ. നിന്റെ ദുഃഖ ദുരിതങ്ങൾ അതോടെ ഒടുങ്ങും. ഈ ജന്മത്തിൽ തന്നെ ഇത് അനുഭവിച്ച് തീർക്കൂ. ഇനി ഇത് അനുഭവിക്കാനായി ഒന്നുകൂടി വരണോ എന്ന് ഗുരു ചോദിക്കുകയാണ്. മഹാഭാഗ്യം മൂലം നിനക്ക് കിട്ടിയ ഈ മനുഷ്യ ശരീരം പാഴാക്കരുത്. ഇതിലെ ഓരോ വരിയും ആശയവും ഗോപാലൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകണം. ബാബയുടെ കരുണയും രീതിയും സ്മരിച്ച് വിസ്മയപ്പെട്ടു. തൻ്റെ പ്രവൃത്തിയിൽ ലജ്ജ തോന്നി. മരിക്കാൻ പുറപ്പെട്ടതിന് ലജ്ജ തോന്നി. അതോടെ മനസ്സ് പരിവർത്തനത്തിന് വിധേയമായി. താൻ അക്കൽക്കോട്ട് മഹാരാജ് വഴി സായീശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ആത്മഹത്യാ ചിന്ത മറഞ്ഞു. അവാൻമേഷം സിരകളിൽ പടർന്നു. പിന്നീട് സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങി. അദ്ദേഹം തിരിച്ചുപോയി താമസിയാതെ ക്ലേശങ്ങൾ മാറി സുഖകരമായിട്ടുള്ള ജീവിത സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു. സായി കൃത്യസമയത്ത് തന്നെ വേണ്ട വിധം ഭക്തരിൽ കരുണ ചൊരിയുന്നു. പലപ്പോഴും ആ കരുണ തൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിരാണെന്ന് ശിഷ്യന് ഭക്തന് തോന്നിയേക്കാം. പക്ഷേ ഈ ക്ലേശങ്ങളും വിഷമതകളും ഭക്തനെ നയിക്കുന്നത് ശാന്തിയിലേക്കാണ്, സമാധാനത്തിലേക്കാണ്. ഇപ്പോൾ കാണുന്ന ഇരുട്ടിനപ്പുറമുള്ള വെളിച്ചത്തിലേക്കാണ്. ശാന്തമായി കാത്തിരിക്കുക. നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് വിധേനയും തരണം ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിനെ ശക്തമാക്കി വെക്കുക. നമ്മൾ അതിനെ തരണം ചെയ്യുക. നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട് നമുക്ക് ഓരോ വിഷമങ്ങളും തരണം ചെയ്യാനായിട്ട്. ആ തരണം ചെയ്യാനുള്ള മാർഗങ്ങളെ തേടി നമ്മൾ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകി നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഇനി അടുത്തത് 27-ാം അധ്യായമാണ്, വിഷ്ണു സഹസ്രനാമം. ഓം ജയ് സായിരാം, നമഃ ശിവായ.